നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, കോവളം, നെടുമങ്ങാട് എന്നീ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിലുണ്ടായ വികസന വിശേഷങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. തിരുവനന്തപുരം ജില്ലയിൽ പ്രകൃതി രമണീയത കൊണ്ടും ജൈവ വൈവിധ്യം കൊണ്ടും അനുഗ്രഹീതമായ അരുവിക്കര ഡാമും നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന അരുവിക്കര നിയോജക മണ്ഡലമാണ്. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ശ്രമഫലമായി ഈ മണ്ഡലത്തിന്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതികൾ എല്ലാം തന്നെ ജനങ്ങൾ സ്വീകരിച്ചവയാണ്. ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസ, വിനോദസഞ്ചാര മേഖലയ്ക്ക് പുറമെ പുനരധിവാസ മേഖലയിലും പ്രശംസനീയമായ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസനങ്ങളെക്കുറിച്ച് അരുവിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷജിതയുടെ വാക്കുകൾ കേൾക്കാം. പഴയ ഫണ്ട് അപര്യാപ്തമല്ലാത്തതിനാലാണ് വീണ്ടും 144.38 കോടി രൂപ കിഫ്ബി വഴി വികസന പ്രവർത്തനങ്ങൾക്കായി നൽകിയിട്ടുള്ളത്. 2 റീച്ചായിട്ടാണ് ജംഗ്ഷൻ വികസനം ഏറ്റെടുത്തിരിക്കുന്നത്. ഫസ്റ്റ് റീച്ച് നെടുമങ്ങാട് മഞ്ച അരുവിക്കര റോഡ് വികസനമാണ്. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളെല്ലാം നടന്നു വരുന്നു. സർവേ വർക്കുകൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി RR പാക്കേജ് ആണ് ചെയ്യേണ്ടത്. ഭൂമി ഏറ്റെടുക്കൽ വളരെ കുറച്ച് കാലതാമസം ഉണ്ടാകും. എന്നാൽ ഇന്നത്തെ റോഡിൻ്റെ ശോചനീയ അവസ്ഥ കാരണം 78 ലക്ഷം രൂപ ഉപയോഗിച്ച് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നതിനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വിമല സ്കൂളും ടെക്നിക്കൽ സ്കൂളുകൾ ഉൾപ്പെടെ നിരവധി സ്കൂളുകളിലെ കുട്ടികൾ യാത്ര ചെയ്യുന്ന റോഡാണ്. അതിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ശോചനീയ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 73 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് റീടാർ തന്നെ ചെയ്ത് റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായിട്ട് വർക്ക് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. സെക്കൻഡ് റീച്ച് എന്ന് പറയുമ്പോൾ അരുവിക്കര മുതൽ പുളക്കോട് റോഡ് വരെയാണ്. അതിൻ്റെ FDR വർക്കുകളെല്ലാം നടന്നു കഴിഞ്ഞു. 8.8 കോടി രൂപയാണ് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് കിഫ്ബി വഴി ലഭിച്ചിട്ടുള്ളത്. ഇനി കൺവെർട്ടും സൈഡ് ഐറിഷ് ഉൾപ്പെടെ ഓട ഉൾപ്പെടെയുള്ളത് ചെയ്ത് കഴിയുമ്പോൾ ആ വർക്കുകളും പൂർത്തിയാകുന്നതാണ്. അപ്പോൾ നമ്മുടെ ജംഗ്ഷൻ വികസനം കൂടി സാധ്യമാകുമ്പോൾ അരുവിക്കരയുടെ മുഖച്ഛായ മാറുന്ന തരത്തിലോട്ടാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ അരുവിക്കര സ്കൂളിന് 3.9 കോടി രൂപയാണ് നമുക്കിപ്പോൾ ആ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചിലവഴിക്കാൻ പോകുന്നത്. അതിൻ്റെ പ്ലിന്ത് ലെവൽ നമ്മളിപ്പോൾ ആയിക്കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് പില്ലർ കയറ്റി 2 നില കെട്ടിടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ വരുന്ന മെയ് മാസത്തോടു കൂടി അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാകും. പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികൾക്കായിട്ട് പുതിയ സ്കൂൾ കെട്ടിടം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന പരിപാടികൾ എന്തായാലും ആ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. 30 വർഷം കൊണ്ട് നമ്മുടെ UDF സർക്കാർ നമ്മുടെ അരുവിക്കര മണ്ഡലം ഭരിച്ചിട്ടും നമുക്ക് ചെയ്യാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ 2ാം പിണറായി സർക്കാരും അതോടൊപ്പം തന്നെ നമ്മുടെ MLA വന്നതിന് ശേഷം ജനകീയനായ നമ്മുടെ MLA ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ അവർ വന്നതിന് ശേഷം നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്.
വളരെയധികം വിപുലമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അരുവിക്കര മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ അരുവിക്കരയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വികസന പ്രവർത്തനങ്ങളും നെടുന്തൂണായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു MLA ആണ് നമുക്കുള്ളത്. ഇപ്പോൾ 5 വർഷം കൊണ്ട് വികസനത്തിൻ്റെ പാത വളരെ വലുതായി കഴിഞ്ഞു. മികച്ച മുന്നേറ്റമാണ് നമുക്ക് 5 വർഷം കൊണ്ട് MLAയുടെ സഹായത്തോടുകൂടി ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതി മികച്ച സപ്പോർട്ടാണ് നമ്മുടെ കിഫ്ബി വർക്കിനും നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്കുമായിട്ട് നൽകിയിട്ടുള്ളത്. തികച്ചും അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ 30 വർഷം കൊണ്ട് തികച്ചും അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ കിടന്ന നമ്മുടെ ഈ വർക്ക് പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷമാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയതും. അതോടൊപ്പം 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ത്വരിതഗതിയിൽ നടക്കുന്നതും. ഇനിയുള്ള യാത്ര കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിലെ തിളക്കമാർന്ന നക്ഷത്രവും ലോകപ്രശസ്തമായ കടൽ തീരങ്ങൾ, ചരിത്രമുറങ്ങുന്ന വിഴിഞ്ഞം തീരദേശ ജീവിതത്തിന്റെ തനിമ പേർന്ന ഗ്രാമങ്ങൾ, ഇങ്ങനെ വൈവിധ്യമാർന്ന കോവളം നിയോജക മണ്ഡലമാണ്. വലിയ മുതൽ മുടക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കോവളം മണ്ഡലത്തിൽ. ഒരു നാടിന്റെ പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമായത് മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ്. നല്ല റോഡുകൾ, പാലങ്ങൾ, ശുദ്ധമായ കുടിവെള്ളം, നിലവാരമുള്ള വിദ്യാഭ്യാസം, മികച്ച ആരോഗ്യ പരിരക്ഷ, തടസ്സമില്ലാത്ത വൈദ്യുതി എന്നിവ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കോവളം കൈവരിച്ചിരിക്കുന്ന വികസനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കേൾക്കാം. കേരളത്തിൽ അധികാരത്തിലേക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായി കോവളം മണ്ഡലത്തിൽ കോവളം പ്രദേശത്ത് ഒട്ടാകെ സമഗ്രമായ വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിഴിഞ്ഞം തുറമുഖം. അത് യാഥാർത്ഥ്യമാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് തന്നെയാണ്. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കിയത്. അനുബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതിനെല്ലാം കേരളത്തിലെ ഈ ബഡ്ജറ്റിലും പൈസ നീക്കിവെച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വെള്ളയാണി കായലിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് 98 കോടി രൂപയാണ് ഗവൺമെൻറ് നീക്കിവെച്ചത്. കരമന കളിയിക്കാവുന്ന പാത വികസനവുമായി ബന്ധപ്പെട്ട് റീച്ച് 2-ന് 162 കോടിയും റീച്ച് 3-ന് 113 കോടിയും രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം സബ്സ്റ്റേഷന് വേണ്ടി KSEBിയിലെ 114 കോടി രൂപ മാറ്റിവെച്ചു. കോവളം ബീച്ചിൻ്റെ വികസനത്തിന് വേണ്ടി 91.3 കോടി രൂപ. വെള്ളായണി പാലത്തിന് വേണ്ടി 30.5 കോടി രൂപ. കാഞ്ഞിരംകുളം കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി 2.15 കോടി രൂപ. കോട്ടുകാൽ അതിയന്നൂർ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി 26.7 കോടി രൂപ. കാഞ്ഞിരംകുളം സബ് രജിസ്ട്രാർ ഓഫീസിന് വേണ്ടി 69.8 ലക്ഷം രൂപ.
വിവിധ റോഡുകളുടെ വികസനം. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാലാരം 5.9 കോടി രൂപ. ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെങ്ങാനൂർ 3.34 കോടി രൂപ. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പുന്നമൂട് 1.4 കോടി രൂപ. ഗവൺമെൻറ് VHS കോട്ടുകാൽ 1.2 കോടി. ഗവൺമെൻറ് VHSS പൂവാർ 1.4 കോടി. ഗവൺമെൻറ് UPS നിയമം 48 ലക്ഷം രൂപ. വിവിധ വില്ലേജ് ഓഫീസുകൾ വെങ്ങാനൂർ, പൂവാർ, വിഴിഞ്ഞം, കരിങ്കുളം, കോട്ടുകാൽ വില്ലേജ് ഓഫീസ് നവീകരിച്ചു. ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ആരോഗ്യമേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കോവളം മണ്ഡലത്തിൽ സമഗ്രമായ മാറ്റത്തിന് ആണ് നാന്ദി കുറിച്ചത്. വിഴിഞ്ഞം ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൻ്റെ പുതിയ ബിൽഡിംഗ്, അദാനിയുമായി സഹകരിച്ചുകൊണ്ട് നടത്തിയ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം ഹോസ്പിറ്റൽ, പുല്ലുവിള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, ഇതെല്ലാം സമഗ്രമായ വികസനത്തിന് തയ്യാറായി. ഈ ഗവൺമെൻറ് സാധാരണ ജനങ്ങളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതെല്ലാം കാണുന്നത്. ഈ ആരോഗ്യ മേഖലയിലെ ഇടപെടലും വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലും ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലെ ഇടപെടലും എല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ സാധാരണ ജനങ്ങളോടുള്ള നിലപാടിൻ്റെ ഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഹാർബറിൽ ഇപ്പോൾ ഹാർബർ സ്കൂള്, LP സ്കൂളായിരുന്ന സ്കൂള് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തു. വിഴിഞ്ഞത്ത് സെൻറ്റ് മേരീസ് ഹൈസ്കൂള് ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ അഡീഷണൽ ബാച്ച് അനുവദിച്ചു. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഈ സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന ഈ മേഖലയിൽ സജീവമായി അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെൻറ് ഇടപെടുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഗ്രാൻഡ് വിദ്യാഭ്യാസ ആനുകൂല്യം കുടിശ്ശിക തീർത്ത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. പുതിയ ഗ്രാൻഡ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പൈസ ഗവൺമെൻറ് ബഡ്ജറ്റിൽ നീക്കിവച്ചിരിക്കുകയാണ്. ഈ മേഖലയിൽ സജീവമായി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ അവരുടെ വിദ്യാഭ്യാസത്തിന് എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലേക്കാണ്. ചരിത്രവും പാരമ്പര്യവും ഇടചേർന്ന മണ്ണാണ് നെടുമങ്ങാടിൻ്റേത്. പ്രകൃതിയുടെ മനോഹാരിതയും കൃഷിയുടെ സമൃദ്ധിയും ഒത്തുചേർന്ന ഈ മണ്ഡലം കഴിഞ്ഞ 10 വർഷമായി വികസനത്തിന്റെ പുതിയ പാതയിലാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, തദ്ദേശഭരണം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ എല്ലാ രംഗത്തും പുതിയ പദ്ധതികൾ നെടുമങ്ങാടിന്റെ മുഖച്ഛായ മാറ്റി എഴുതിയിരിക്കുകയാണ്. മണ്ഡലത്തിന്റെ നാനാ മേഖലയിലുള്ള സമഗ്രമായ വികസനത്തെക്കുറിച്ച് മുനിസിപ്പൽ ചെയർപേഴ്സൺ R. ജയദേവന്റെ വാക്കുകളിലൂടെ കേൾക്കാം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നെടുമങ്ങാട് മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 1700 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അത് സ്കൂളുകൾ, ആശുപത്രി, മിനി സിവിൽ സ്റ്റേഷൻ, റെയിൽവേ മേൽപ്പാലം, റോഡുകൾ, ഇതിനു വേണ്ടിയാണ് പണം വിനിയോഗിച്ചത്. വെമ്പായം മംഗലപുരം റോഡിന് വേണ്ടി ഏകദേശം 270 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് റീച്ച് പഴകുറ്റി പാലം ഉൾപ്പെടെ പൂർത്തിയായി.
ബാക്കി പണി ഒരാഴ്ചയ്ക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് 22-ാം തീയതി മുഖ്യമന്ത്രി അത് നാടിന് സമർപ്പിക്കും. സെക്കൻഡ് റീച്ചിൻ്റെ ലാൻഡ് അക്വിസിഷൻ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഡറിലേക്ക് ഇപ്പോൾ പോകും. അതിൻ്റെ നടപടി ഇപ്പോൾ നിർമ്മാണം ഉടൻ ആരംഭിക്കും. തേർഡ് റീച്ച് പോത്തങ്കോട് മുതൽ മംഗലപുരം വരെയുള്ളതാണ്. അത് പണി പൂർത്തിയായി 66 കോടി രൂപയിലെ നിർമ്മാണം പൂർത്തിയാക്കി. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മരാമത്ത് വകുപ്പ് മന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു നമ്മുടെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ. നെടുമങ്ങാട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെടുമങ്ങാട് എത്തിച്ചേരുന്ന വഴയില പഴകുറ്റി 11-ാം കല്ല് 4 വരി പാതയാണ്. നെടുമങ്ങാടുകാരുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു. 10 വർഷത്തിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്തതാണ്. അന്ന് അതിനെ കളിയാക്കിയവരും അതിനുശേഷം അത് പ്രാവർത്തികമായപ്പോൾ അതിനെതിരെ സമരം ചെയ്തവരുമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അവരെല്ലാവരും സഹകരിക്കുകയാണ്. 1200 കോടിയിൽ പരം രൂപ അതിന് ചിലവാകും അത് പൂർത്തിയാകുമ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം ഒന്നാം പിണറായി ഗവൺമെൻറ് അത് ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് DPR തയ്യാറാക്കുമ്പോൾ 536 കോടി രൂപയാണ് വേണ്ടിയിരുന്നത്. ഏകദേശം ആ സമരങ്ങളുടെയും അനാവശ്യമായ ചില ഇടപെടലുകളുടെയും ഭാഗമായി ഒരു ഘട്ടത്തിൽ കിഫ്ബി അത് ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായി. വീണ്ടും രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി ഇടതുപക്ഷ MLAമാരും ഇപ്പോൾ മന്ത്രിയും അതുപോലെ നേതാക്കളും ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് അനിവാര്യമായ പദ്ധതിയാണ് ജില്ലയിൽ നടപ്പിലാക്കുന്ന 10 പദ്ധതികളിൽ ഒന്നാക്കി അതിനെ എടുക്കുകയും പണം അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. ഒരു വർഷം കൂടിപ്പോയാൽ ഒരു 1.5 വർഷത്തിനുള്ളിൽ ആ 4 വരി പാത കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. മൂന്നാം റീച്ചിൻ്റെ പണം 22-ാം തീയതി കൈമാറുകയാണ് ആളുകൾക്ക്. ഏകദേശം 400 കോടി രൂപ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കിഫ്ബി കൈമാറി കഴിഞ്ഞ് ഇപ്പോൾ പണം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്. SIRൻ്റെ പ്രവർത്തനം വന്നുകൊണ്ട് ഡോക്യുമെൻറ്റേഷൻ്റെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി പണം കൊടുക്കുന്നതിൽ ചെറിയ കാലതാമസം വന്നിട്ടുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് ഏകദേശം 150 ആളുകൾക്ക് അടിയന്തരമായി പണം ഇപ്പോൾ കൊടുക്കും. തുടർന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തും. അത് കഴിഞ്ഞാൽ അതിനും ടെൻഡറിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പോത്തങ്കോട് മിനി സിവിൽ സ്റ്റേഷൻ, അണ്ടൂർക്കോണത്തെ കണിയാപുരത്തെ റെയിൽവേ മേൽപ്പാലം, അത് എത്രയോ വർഷമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഏകദേശം 40 കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് റെയിൽവേ മേൽപ്പാലം അവിടെ വരുന്നത്. 48 കോടി രൂപയാണ് അതിന് ചിലവഴിക്കുന്നത്. മിനി സിവിൽ സ്റ്റേഷൻ പോത്തങ്കോട് ഒരു സർക്കാർ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരു സ്ഥാപനവും ഇല്ല, ഒരു കെട്ടിടവും ഇല്ല എന്ന സ്ഥലത്ത് മിനി സിവിൽ സ്റ്റേഷൻ വന്നതിൻ്റെ ഭാഗമായി 10 കോടി രൂപയുടെ കെട്ടിടം, മനോഹരമായ കെട്ടിടം പൂർത്തിയായി. അതിൽ സിവിൽ സ്റ്റേഷൻ ഏകദേശം എല്ലാ സർക്കാർ സംവിധാന ഓഫീസുകളും അത് ഒന്ന് പ്രവർത്തിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ മൊത്തത്തിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ 1700 കോടിയിൽ പരം. പിന്നെ സ്കൂളുകൾ, ചെറിയ ആശുപത്രികൾ, അങ്ങനെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പം നെടുമങ്ങാട് ഗേൾസ് ഹൈസ്കൂളിന് തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നെടുമങ്ങാട് ഗേൾസ് ഹൈസ്കൂൾ 10 കോടി രൂപ ഏകദേശം ആ സ്കൂളിന് വേണ്ടി ചിലവഴിച്ചു. ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് ഏകദേശം 6 കോടിയോളം രൂപ, 6 കോടി തയ്യില്ല, അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ രണ്ടാം ഗവൺമെൻറ് കാലത്ത് ഏകദേശം 3.5 കോടി രൂപ കിഫ്ബി ഫണ്ട് തന്നെ, പിന്നെ MLA ഫണ്ടെല്ലാം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ സ്കൂളുകൾക്ക്, പ്രൈമറി സ്കൂളിന് നെടുമങ്ങാട് ബോയ്സ് ഹൈ സ്കൂളിന്
ബോയ്സ് UP സ്കൂളിന് നെടുമങ്ങാട് നെടുമങ്ങാട് UP സ്കൂളിനും നെടുമങ്ങാട് LP സ്കൂളിനും 2-3 കോടി രൂപ വീതം നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. പോളിടെക്നിക്കിന് പൈസ അനുവദിച്ചിട്ടുണ്ട്. JTSന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി പണം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കരിപ്പൂർ സ്കൂളിന്, പൂവത്തൂർ സ്കൂളിന് എല്ലാം കിഫ്ബിന്ന് പണം അനുവദിച്ചിട്ടുണ്ട്. ഇതുപോലെ മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ സ്കൂളുകൾക്കും, ഒരു മിനിമം സ്ട്രെങ്ത് ഉള്ള എല്ലാ സ്കൂളുകൾക്കും പുതിയ ക്ലാസ് റൂമുകൾക്ക് വേണ്ടി, പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി, പഴയ തീരെ ജീർണിച്ച കെട്ടിടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പണം അനുവദിക്കാൻ കിഫ്ബി ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ സാധിച്ചു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെ പൂർത്തിയായി, പലതും പ്രവർത്തനക്ഷമമാണ്, ചിലത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. 4 വരിപ്പാത ഒരുപക്ഷെ 4 വരിപ്പാത ഇതിനു മുമ്പേ പൂർത്തിയായതിനെ ആദ്യത്തെ ഗവൺമെൻറ് കാലത്ത് തന്നെ തുടങ്ങാൻ കഴിഞ്ഞിരുന്നു. അന്ന് നടന്ന സമരം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അനാവശ്യമായ ചില സമരങ്ങളും ചില ആളുകളെ മുൻനിർത്തി നടത്തിയ നീക്കങ്ങളും അതിനെ തടസ്സപ്പെടുത്തി. അത് 26 മീറ്റർ വീതിയിൽ നിന്ന് പിന്നെ അത് 24 മീറ്ററാക്കി അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തിയാണ് രണ്ടാമത്. അതിൻ്റെ കാലതാമസമാണ് യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയത്. ഇതടക്കം നെടുമങ്ങാട് മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ടിൽ നിന്ന് പണം യഥാർത്ഥത്തിൽ വാരിക്കോരി തരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞു. അതിൽ വലിയ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്, വലിയ ചാരിതാർത്ഥമാണുള്ളത്. നെടുമങ്ങാട് ജനത എക്കാലവും ഈ വികസന പ്രവർത്തനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലയിൽ പറയാനുള്ളത്. ഈ വികസന നേട്ടങ്ങളെല്ലാം തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തും എന്നതിൽ സംശയമില്ല.